ഏവർക്കും നമസ്കാരം. ശിവത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം. ഇന്നൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ശിവഭഗവാൻ നിങ്ങൾക്ക് തരുന്നൊരു സന്ദേശം. ഈ ഒരു സമയത്ത് നിങ്ങൾ സ്ട്രക്കായിട്ട് നിൽക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ മുമ്പോട്ടേക്ക് എങ്ങനെ പോകണമെന്ന് അറിയാതെ നിൽക്കുന്നൊരു സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്കൊരു പേഴ്സണൽ കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ 3 ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഫോട്ടോയോടാണോ അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് ശേഷം റീഡിംഗ് കേൾക്കാവുന്നതാണ്. ചിലർക്ക് ഒന്നിൽ കൂടുതൽ ഫോട്ടോയോട് അട്രാക്ഷൻ തോന്നിയേക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഫോട്ടോയും സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് മാത്രമാണ്, ഓർക്കുക. ഇത് നിങ്ങൾക്ക് എങ്ങനെ റെസൊനേറ്റ് ആവുന്നു ആ ഒരു തരത്തിലേക്ക് മാത്രം എടുക്കാം കേട്ടോ. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയായിട്ട് എങ്ങനെ മാച്ച് ആവുന്നു ആ ഒരു തരത്തിൽ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് വിട്ടേക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. കണ്ണടച്ച് ഭഗവാന്റെ ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഡീപ് ബ്രീത്തിങ് ചെയ്ത് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഓക്കെ, ഒരു ഫോട്ടോ സെലക്ട് ചെയ്തൊന്ന് വിശ്വസിക്കുന്നു. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ളൊരു സന്ദേശമായിട്ട് വരുന്നത്, ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരു മാറ്റം വരണം, ഇനി അങ്ങോട്ടേക്ക് ഇങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. ഓക്കെ, ചില ആൾക്കാർ അൺഹെൽത്തി ആയിട്ടുള്ള ചില ഹാബിറ്റ്സ് ഒഴിവാക്കുന്നൊരു ചിന്തയിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ഡയറ്റ് പ്ലാൻ തുടങ്ങുന്നൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരിക്കാം. ചിലപ്പോൾ അനാരോഗ്യകരമായിട്ടുള്ള ചില ഫുഡ് ഹാബിറ്റ്സിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു പുതിയ തീരുമാനങ്ങൾ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാർഡ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. ഇവിടെ ഭഗവാന്റെ ഒരു മെസ്സേജ് സന്ദേശമായിട്ട് വരുന്നത്, ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനം കറക്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ചേഞ്ച് വേണം. നിങ്ങളെടുക്കുന്ന തീരുമാനം തീർച്ചയായിട്ടും ഭാവിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അത് നിങ്ങളുടെ ലൈഫിലേക്ക് ചേഞ്ചസ് കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഒരു കൺഫ്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് പലതരത്തിലും ഒരു പ്രഷറായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്ത് പ്രപഞ്ചം നിങ്ങളിലേക്ക് കൂടുതൽ ഒരു പ്രഷർ അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്നൊരു സന്ദേശം. അതായത് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ അത് കുറച്ച് നേരം അല്ലെങ്കിൽ കുറച്ച് നാളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് തീർച്ചയായിട്ടും കടന്നു പോകും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ജോലിയില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ചിലർക്ക് മെൻ്റൽ സ്ട്രഗിൾ ഒക്കെ ആയിരിക്കാം, ഒരു മനസ്സമാധാനം ഇല്ലാത്ത അവസ്ഥ. ഈ ഒരു സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മനസ്സമാധാനത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത്. നിങ്ങൾക്കൊരു ബാലൻസാണ് ഇവിടെ ആവശ്യം. ഈ ഒരു സമയത്ത് നിങ്ങൾ സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്യുക. അതായത് ചിലർക്കെങ്കിലും ശരീരത്തിന് വയ്യാതിരിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ റെസ്റ്റ് വേണമെന്ന് തോന്നുന്നൊരവസ്ഥയായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴും നിങ്ങളെ കെയർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് ശരീരം കാണിച്ചു തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, അപ്പം ശരീരം നിങ്ങളോട് പറയുന്നത് റെസ്റ്റ് എടുക്കൂ, എനിക്ക് റെസ്റ്റ് വേണം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ മെൻ്റൽ, ഇമോഷണൽ, ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ വളരെ ബുദ്ധിമുട്ടിലായി പോകും. കാരണം റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് തന്നെ റെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ അത് മനസ്സിനായാലും ശരീരത്തിനായാലും റെസ്റ്റ് കൊടുക്കേണ്ട സമയത്ത് റെസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ പലരും ഒരു ലോങ് ടേം ചേഞ്ചിന് വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ഞാനിപ്പോൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അയ്യോ എൻ്റെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള അവസ്ഥ എന്താവും, ഞാൻ എന്താ ചെയ്യേണ്ടത്, അങ്ങനെയുള്ളൊരു ഒരുപാട് ചിന്തകളുണ്ടാവും. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് ഭാവിയിലേക്ക് നിങ്ങളുടെ ഒരു അസറ്റ്, അല്ലെങ്കിൽ ഭാവിയിലേക്ക് നിങ്ങൾക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക, ക്വാളിറ്റി ടൈമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. നോ പറയേണ്ട സിറ്റുവേഷൻസിൽ തീർച്ചയായിട്ടും നോ പറയാൻ ശ്രമിക്കുക. ക്ഷമയോടുകൂടി ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, തിരക്ക് പിടിച്ച് ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരിക്കലും റിസൾട്ട് ഉണ്ടാക്കില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്താൻ തീർച്ചയായിട്ടും ശ്രമിക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സമയം ക്ലിയർ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ സമയം ശരിയാവുന്ന ഒരു ഡിവൈൻ ടൈമിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. അതിനിടയ്ക്കുള്ള എല്ലാ വെല്ലുവിളികളെയും നിങ്ങൾക്ക് അതിജീവിച്ചിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ മനസ്സെന്ത് പറയുന്നു അതുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ ശ്രമിക്കേണ്ടത്. എങ്കിൽ കൂടുതൽ കരുത്തോടുകൂടി നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. റെസ്റ്റ് ആൻഡ് റീചാർജ് ആണ് ഇവിടെ ആവശ്യം. ഓക്കെ, പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് തീർച്ചയായിട്ടും, അവസരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നതാണ്.
പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ഭാവിയെക്കുറിച്ചിട്ട് കൂടുതൽ ആലോചിച്ചിട്ട് വിഷമിച്ചിട്ട് അതുമൂലം അനാരോഗ്യകരമായിട്ടുള്ള അവസ്ഥകളിലെത്താം, ശരീരത്തിന് പ്രശ്നം ഉണ്ടാവുക, സ്ട്രെസ് ഉണ്ടാക്കുക. ഓരോരോ സ്ട്രെസ്സും നിങ്ങളുടെ ശരീരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്, മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, ഉറക്കത്തെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടൊരു ബാലൻസിലേക്ക് കൊണ്ടുപോകാം ഈ ഒരു സമയത്ത്. കാരണം പ്രപഞ്ചം തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് സമയം തന്നിരിക്കുകയാണ്. നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം, ഇന്ന ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് വലിയ വർക്ക് ലോഡൊന്നും നിങ്ങൾ എടുക്കാതെ സ്വസ്ഥമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഭാവിയിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്ലാൻ നിങ്ങളിപ്പോൾ തയ്യാറാക്കേണ്ട ആവശ്യമില്ല, പ്ലാൻ നിങ്ങൾ മനസ്സിലേക്ക് തനിയെ വന്നുകൊള്ളും. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്ത് മനസ്സമാധാനത്തിലേക്ക് പോയി ഒരു പ്രകൃതിയിലേക്കൊക്കെ ഒന്ന് കണക്റ്റ് ആവുക. അത്യാവശ്യം ധ്യാനം, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ കണക്റ്റായി ഒരു സന്തോഷം നിലനിർത്തുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്നാണ് നിങ്ങൾക്കുള്ളൊരു സന്ദേശം. ഓക്കെ. ഒരു കാർഡ് റെസൊനേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. നെക്സ്റ്റ് കാർഡിലേക്ക് പോകാം. സെക്കൻഡ് ഫോട്ടോ, ഭഗവാന്റെ സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ളൊരു സന്ദേശമായിട്ട് വരുന്നത്, നിങ്ങളിൽ ചിലരെങ്കിലും ചില ആൾക്കാരുടെ അവസ്ഥകൾ, അല്ലെങ്കിൽ ചില ആൾക്കാർ നിങ്ങൾക്ക് തരുന്ന വേദനകൾ, പ്രശ്നങ്ങൾ, ടെൻഷൻസ് കൊണ്ട് വിഷമത്തിലാണ് എന്നുള്ളൊരു സന്ദേശമാണ് ലഭിക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുജനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ആരും ആവാം. ഒരു വ്യക്തിബന്ധം വഴി നിങ്ങൾക്ക് ദുഃഖമുണ്ടാവുന്നൊരു അവസ്ഥയിലാണ് കാണാൻ സാധിക്കുന്നത്. സോ അത്തരത്തിലുള്ള ചിന്തകളും പ്രശ്നങ്ങളും കൊണ്ട് നിങ്ങളുടെ എനർജി വേസ്റ്റായിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്കുള്ളൊരു സന്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ പൂർണ്ണമായിട്ടും ഇത്തരത്തിലുള്ള വ്യക്തികളിൽ നിന്ന് അകലം പാലിക്കുക. ജസ്റ്റ് കട്ട് യുവർ ടൈസ് വിത്ത് ദീസ് പീപ്പിൾ ആൻഡ് മൂവ് ഓൺ. ഓക്കെ. അതായത് നിങ്ങളുടെ എനർജി നിങ്ങൾ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക, കോഡ് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. എന്നിട്ട് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. ചിലപ്പോൾ അവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്തയിൽ നിങ്ങൾ ചിലപ്പോൾ അതിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നുണ്ടാവാം. ചിലപ്പോൾ അവർ നിങ്ങളെ മൂവ് ഓൺ ചെയ്യാൻ അനുവദിക്കുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് വാല്യൂ, പ്രയോറിറ്റി തരുന്നുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ അത്തരം ആൾക്കാരിൽ നിന്ന് മാറി നിൽക്കേണ്ട ഈ ഒരു സമയത്ത് അത്യാവശ്യമാണ്. ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൾട്ടാണ്, ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് ഓക്കെ. പക്ഷേ അത് നിങ്ങളുടെ ഗ്രോത്തിനും പേഴ്സണൽ ഡെവലപ്മെൻറ്റിനും വളരെ അത്യാവശ്യം ആയിട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നിങ്ങൾ ഈ ഒരു സമയത്ത് റിലീസ് ചെയ്യുന്ന കാര്യം കുറേ നാൾ കഴിയുന്ന സമയത്ത് ഭാവിയിൽ അത് നല്ലതായിരുന്നു എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തോന്നും. ഇപ്പോൾ അത് വിഷമമുള്ള അവസ്ഥയായിരിക്കാം ചിലപ്പോൾ. ഓക്കെ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെ പലപ്പോഴും തളർത്തുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ട്രാൻസ്ഫോം ചെയ്യുന്നതിന് പ്രത്യേകമായിട്ടൊരു കാരണമുണ്ട്. ഒരു ലെസൺസ് തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു നിങ്ങൾക്കൊരു അവേക്കണിങ്, ഒരു സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ വ്യക്തി ഒരു കാറ്റലിസ്റ്റ് ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത്. അതാരും ആവാട്ടോ. അപ്പോൾ മനസ്സിലാക്കുക, ഇത്തരത്തിലുള്ള ആൾക്കാരിൽ നിന്നൊക്കെ നിങ്ങൾ അകലം പാലിക്കേണ്ട ഈ ഒരു സമയത്ത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് നിങ്ങൾ എതിർക്കാതിരിക്കുക. ഓക്കെ. ചില കാര്യങ്ങൾ സംഭവിക്കേണ്ടതാണ്. സറണ്ടർ ചെയ്യുക ഈ ഒരു സമയത്ത് പൂർണ്ണമായിട്ടും പ്രപഞ്ചത്തിന്. എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് ഒരു ഗ്രേറ്റ് പ്ലാൻ അനുസരിച്ചിട്ടാണെന്നുള്ളത് വിശ്വസിക്കുക. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും പ്രപഞ്ചം തന്നെ പലതരത്തിലും ഒരു സഹായമായിട്ട്, അല്ലെങ്കിൽ പല മെസ്സേജായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുണ്ട്. ചിലത് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, ചിലത് നിങ്ങൾ അത് എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ, എന്തോ ആയിക്കോട്ടെ. നിങ്ങളുടെ ചിന്തകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനപ്പുറം നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലേക്ക് പ്രാധാന്യം കൊടുക്കുക. പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് അവെയർ ആവാൻ ശ്രമിക്കുക. ഓക്കെ. പിന്നെ പ്രതീക്ഷ നഷ്ടപ്പെട്ടൊരവസ്ഥയിലിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീർച്ചയായിട്ടും ഈ ഒരു സമയം കടന്നു പോകും. നല്ല കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതാണ്. പ്രസൻറ്റ് മൊമെൻറ്റിൽ അവെയർ ആവാൻ ശ്രമിക്കുക. ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഓവറായിട്ട് വറി ചെയ്തതിനെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അടുത്തൊരു 1.5 മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഏത് കാര്യമാണോ ലെറ്റ് ഗോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാൻ, പൂർണ്ണമായിട്ടും ലെറ്റ് ഗോ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ റിലീസ് ചെയ്യുക ചില കാര്യങ്ങളെ. ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്സ്, നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് കാര്യങ്ങളെല്ലാം റിലീസ് ചെയ്ത് നിങ്ങൾ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുക. പൂർണ്ണമായിട്ടും ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അനുവദിക്കുക. അത് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ നിങ്ങൾ അനുവദിച്ചാൽ മാത്രമേ യൂണിവേഴ്സിന് നിങ്ങളെ ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പുതിയ അവസരങ്ങളിലേക്ക്. അപ്പോൾ ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുന്നു, സമർപ്പിക്കുന്നു എന്നൊരു അഫർമേഷൻ നിങ്ങൾ യൂസ് ചെയ്യുക ഈ ഒരു സമയത്ത്. തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ സംഭവിക്കും. ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്കൊട്ടും യോജിച്ചതല്ല, അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. ഓക്കെ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.
തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ളൊരു സന്ദേശമായിട്ട് വരുന്നത് നിങ്ങളിൽ ചിലരെങ്കിലും ചില ആൾക്കാർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പുതിയ അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ചില ആൾക്കാരെങ്കിലും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, സിറ്റുവേഷൻസിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മാറി പുതിയൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടാവണം. ചിലർ പഴയ അവസ്ഥയിൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ പാതി വഴിയിലിട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് പോയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ചിലർ മൂവ് ഓൺ ചെയ്ത് പുതിയൊരു ബന്ധം നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കാം. ചിലർക്ക് ഒരു മാരേജ് പ്രപ്പോസൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന അവസ്ഥയായിരിക്കാം. ഓക്കെ, ഇത് തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ സിറ്റുവേഷൻ. ഇവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. അതായത് വെയിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുക. ചില കാര്യങ്ങൾക്ക് ഒരു ഡിവൈൻ ടൈം ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള കണക്ഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതാണ്. അത് ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആവാം, അല്ലെങ്കിൽ ബന്ധങ്ങളോ റിലേഷൻഷിപ്പ് ആവാം. ഓക്കെ, ഇവിടെ പ്രപഞ്ചം തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് ചില സാഹചര്യങ്ങളിലേക്കാണ്. അതായത് നിങ്ങളുടേതായിട്ടുള്ള, നിങ്ങളെപ്പോലെ തന്നെയുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്ന ആൾക്കാർ, അപ്പം അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഡീപ്പ് കണക്ഷൻ സ്ഥാപിക്കാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിലേക്ക് ഇന്ന തരത്തിലുള്ള ബന്ധങ്ങൾ തന്നെ വരണം, അല്ലെങ്കിൽ പോയ ആൾ തന്നെ തിരിച്ചു വരണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചില ആൾക്കാരെങ്കിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ചില ആൾക്കാരെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും, അതൊരു സമയം കഴിയുമ്പോൾ പോവും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ തിരിച്ചറിയാതെ പോവാതിരിക്കുക. ഇത് ചിലർക്കെങ്കിലും ഉള്ളൊരു മെസ്സേജ് ആയിരിക്കണം. ഇവിടെ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. കാരണം ചിലർക്ക് ലൈഫിൽ ഓൾറെഡി ചില ബന്ധങ്ങളുണ്ട്. ഓക്കെ, എന്നിട്ടും വെയിറ്റ് ചെയ്യുന്നൊരവസ്ഥയായിരിക്കാം. ചിലർക്ക് അത് നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയാതെ പോയ ആൾക്കാരെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് പുതിയ ആൾക്കാരെ കാണാൻ ശ്രമിക്കാത്തൊരവസ്ഥയായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരെ നിങ്ങൾ തിരിച്ച് സ്നേഹിക്കുക. ഒരു പോയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്തിട്ട് സമയം കളയാതിരിക്കുക. അത് നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യും. തിരിച്ചു വരേണ്ട ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. പക്ഷേ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കരഞ്ഞ് വിഷമിച്ച് നിങ്ങളുടെ ഇപ്പോൾ ഉള്ള സമയം കളയാതിരിക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്കുള്ളൊരു സന്ദേശം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷനാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു സമയമാണ്. അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ടാവും. ഓക്കെ, തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ റിയലൈസ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളൊരു ഹൈ ലെവൽ കോൺഷ്യസ്നെസ് ലെവലിലേക്ക് പോവുകയാണ്. ഒരുപാട് സ്പിരിച്വൽ ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണ്. ഓക്കെ, ആധ്യാത്മികമായിട്ടുള്ള രീതിയിൽ ഒരുപാട് ഉന്നതികൾ, അത്തരത്തിലുള്ള ഒരുപാട് നല്ല നല്ല വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് കണക്റ്റ് ആവാനുള്ളൊരു സാധ്യത കാണാൻ പറ്റുന്നുണ്ട്. സോ പഴയ ഒരു ഓൾഡ് പാറ്റേണിൽ നിന്ന് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാൻ ശ്രമിക്കുക. ഭയത്തിൽ നിന്ന് നിങ്ങൾ മുക്തി നേടാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. ഒരു സമയത്ത് മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി നിങ്ങൾക്കിപ്പോൾ ഒരു ഹീലിംഗ് പൂർണ്ണമായിട്ടും ആവശ്യമാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് പുതിയ നല്ല ആൾക്കാരിലേക്കാണ്. അവരുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക, എവോൾവ് ആവാൻ ശ്രമിക്കുക. അതൊരു റിലേഷൻഷിപ്പ് മാത്രമല്ല, ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആവാം, ചില ഗുരുക്കന്മാരാവാം, സ്പിരിച്വൽ ആയിട്ടുള്ള ഹീലേഴ്സ് ആയിരിക്കാം, സ്പിരിച്വൽ ആയിട്ടുള്ള ഒരുപാട് നല്ല വ്യക്തികളായിരിക്കാം, ചിലപ്പോൾ നല്ല നല്ല വാല്യൂ തരുന്ന ആൾക്കാരായിരിക്കാം. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അത്തരത്തിലുള്ള കണക്ഷനുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിവൈനിൽ സറണ്ടർ ചെയ്തിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ വാല്യൂ ആയിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകേണ്ടതാണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. ക്രിയേറ്റ് ഫൺ. ഓക്കെ, ചെറിയ ചെറിയ കുട്ടിത്തത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോകാൻ ശ്രമിക്കുക. നിങ്ങളിലേക്ക് വരുന്ന നല്ല റിലേഷൻഷിപ്പിനെ നിങ്ങൾ അംഗീകരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പുതിയ അവസ്ഥയിലേക്ക് മാറാൻ ശ്രമിക്കുക. ചിലപ്പോൾ ജോലിയായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം, പുതിയ ഫ്രണ്ട്സ് അല്ലെങ്കിൽ